പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 157ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ആരാലിനെ കടന്നു വന്നിട്ടുള്ളത് ബ്രദർ ലാലു ഐസക് ആൻഡ് സിസ്റ്റർ ജിഷ ലാലു ആണ്. പ്രിയ ബ്രദറിനെ സിസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കുടുംബമായി ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനേക വേദികളിലും അതോടൊപ്പം തന്നെ കൺവെൻഷൻ ചാനലുകളിലും കൺവെൻഷൻ വേദികളിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും കർത്താവ് അതിശക്തമായി പ്രിയ ബ്രദറിനെ സിസ്റ്റർ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ബ്രദറിനെ സിസ്റ്റർ ആരാധനയെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിനായി വീണ്ടും കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സർവശക്തൻ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നിങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നത്. ഹൃദയം നിറഞ്ഞ് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ, നമുക്ക് വാഴ്ത്താം. ദൈവം നമുക്കൊരു ദിവസം കൂടെ ദാനമായി നൽകിയതിനെ ഓർത്തുകൊണ്ട് നന്ദിയേറിയ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ പാദപിടുത്തെങ്കിൽ നമുക്കായിരിക്കാൻ സർവശക്തൻ ഇടയാക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് എത്ര പേർക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ. ഹാലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ നന്ദി പ്രകടനമാണ് നമ്മുടെ ആരാധന എന്ന് പറയുന്നത്, അല്ലേ? ഹാലേലൂയ. പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ മിനിസ്ട്രീസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നടന്നു വരുന്ന റിവൈവൽ ഫെലോഷിപ്പ് അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം മീറ്റിങ്ങിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഡെന്നി ബ്രദർ, അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് അനുഗ്രഹിത നേതൃത്വം വഹിക്കുന്ന കർത്താവിൽ നമുക്കെല്ലാവർക്കും സുപരിചിതയായ സിസ്റ്റർ സിജി ഡെന്നി അവറുകൾ, മറ്റ് കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ, സൂമിലൊക്കെ ആയിരിക്കുന്ന വീഡിയോ കോൺ ചെയ്തിരിക്കുന്ന പാസ്റ്റർ ഷൈജു, പ്രിയ ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരി പ്രിയ ആൻറ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട വൃത്തിന് ക്രിസ്തുവിൽ നമ്മളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ എം.എ. വർഗീസ് അങ്കിൾ, പ്രിയ ദേവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 27-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ കാണുന്നു: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യേശുക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാരും നിരാശപ്പെടേണ്ട വരത്തില്ല. അവർ ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ, ദൈവം നമ്മളെ ധൈര്യത്തോടെ നിലനിർത്തിയത്, നമ്മളെ ധൈര്യത്തോടെ ആക്കിയതെല്ലാം ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ടൊന്ന് മാത്രമാണ്. ആ ബോധ്യത്തോടെ നമ്മുടെ പ്രശംസയോ നമ്മുടെ കഴിവോ നമ്മുടെ സമ്പത്തോ നമ്മുടെ സൗന്ദര്യമോ ഒന്നുമല്ല നമ്മളെ പിടിച്ചു നിർത്തിയത്. ആ കർത്താവ് നമ്മളെ ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്നത്തെ ഗാന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്നതായിരിക്കും. നമ്മൾ തളർന്നു പോകുന്നത് ഒരിക്കലും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ശത്രു നമ്മൾ തളർന്നു പോയി നമ്മൾ വീണ് പോകുന്നത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. തളർത്തിക്കളയുവാൻ നോക്കുന്ന ചില അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ ആരാധനയിൽ ചില വിടുതലുകൾ പ്രാപിക്കുന്ന ദിവസമായി തീരട്ടെ. തളർത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിനെതിരെ പറയാൻ കഴിയണം, ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ കർത്താവിൽ ഉയർത്തുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളെ മാനിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമാകുമെങ്കിൽ പ്രത്യാശ വെച്ച് ധൈര്യത്തോടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവേ, എൻ്റെ സകലതും എനിക്കുള്ളതെല്ലാം ഞാൻ ആരാധനയായി നിന്നെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പ്രകടനമാകട്ടെ നമ്മുടെ ആരാധന. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ കണ്ണുകളൊക്കെ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. കർത്താവ്, നീ അല്ലാതെ എനിക്ക് ഭൂമിയിൽ വേറെ ആരുമില്ല, അങ്ങല്ലാതെ എനിക്ക് ചാരുവാൻ വേറെ ഒരിടമില്ല, അങ്ങ് മാത്രമാണ് എനിക്ക് സർവവും. അതുകൊണ്ട് ആ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നമുക്ക് നോക്കി വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ വീഡിയോ ഓൺ ചെയ്യുന്ന ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. എല്ലാം ഒരുമിച്ച് ചേർന്ന് നമുക്ക് സുപരിചിതമായൊരു പാട്ടാണ്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നോട് ഒരുമിച്ച് ചേർന്ന് നല്ല കർത്താവിനെ നമുക്ക് നല്ലതുപോലെ സ്തുതിക്കാൻ പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന.
വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുക. ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടണേ. നിൻവഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുക. ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടണേ. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. യേശു യേശു യേശുവായിരം വലിയവൻ. യേശുവായിരം മതിയായവൻ. ചേർന്ന് പാടാമോ? യേശു യേശു യേശുവായിരം വലിയവൻ. ഓ യേശു യേശു യേശുവായിരം മതിയായവൻ. യേശുവായിരം മതിയായവൻ. യേശുവായിരം മതിയായവൻ. പ്രിയരേ, ഇരുൾ നമ്മെ മൂടുമ്പോൾ വെളിച്ചമായി ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവ്, നാം രോഗികളാകുമ്പോൾ നമുക്ക് സൗഖ്യദായകനായി നമ്മുടെ കൂടെ വരുന്നൊരു കർത്താവ്, ആ കർത്താവിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരാരും നിരാശപ്പെടത്തില്ല, എന്നിൽ ധൈര്യപ്പെടുന്നവരാരും ഉറയ്ക്കാതെ പോയിട്ടില്ല, അവർ ഉറച്ചു തന്നെ ഇരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ധൈര്യത്തോടെ നമുക്കായിരിക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് ഉറപ്പോടെ ഒന്ന് നിൽക്കണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ ഒന്ന് നിൽക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നീ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ അപ്പാ, അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഇരിക്കും, അങ്ങേ വാഴ്ത്താതെ എങ്ങനെ ഇരിക്കും, അങ്ങേ ആരാധിക്കാതെ എങ്ങനെ ഇരിക്കും? നീ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നന്ദിയേറിയ ഹൃദയത്തോടെ എൻ്റെ ഉള്ളം ആനന്ദിക്കുന്നു. അപ്പോൾ ഹൃദയം ആനന്ദിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്വമാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധനയെ ആരും വേഷയായി വിചാരിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്നവരെ കാണുന്ന, ആരാധിക്കുന്നവനെ തേടി വരുന്നൊരു ദൈവസ്നേഹമുണ്ട്. ആരാധിക്കുന്നവന് തോൽവിയില്ല. ആരാധിക്കുന്നവനെ തകർക്കുവാൻ ഈ അഖിലാണ്ടത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നാം സേവിക്കുന്ന ദൈവ സകലത്തിനും മതിയായവനാണ്. അതുകൊണ്ട് ശത്രു ആഗ്രഹിക്കുന്ന നമ്മൾ ഇലവാടി വേരില്ലാതെ ഉണങ്ങി വരണ്ട് ഫലപുഷ്ടിയില്ലാത്തൊരു വൃക്ഷമായി കാണാനാണ് ശത്രു ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയരെ, ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ നാം ആയിരിക്കണമെന്നാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ ഈ അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രി, ഇതിനകത്ത് കടന്നു വന്നവരാരും ഒരിക്കലും നിരാശപ്പെട്ട് മടങ്ങിപ്പോകരുത്. ഇതിനകത്ത് ജോയിൻ ചെയ്തവർ എല്ലാവരും നന്മ പ്രാപിക്കണം. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കണം. അതാകട്ടെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വാഞ്ച. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര സ്നേഹത്തോടെയാണ് നമ്മളെ കരുതിയത്. നീ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം ആനന്ദിക്കുന്നു. ഉള്ളിൽ ആനന്ദമുള്ളവർക്ക് എല്ലാവർക്കും കരങ്ങൾ അടിക്കാനുള്ള നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ആരും കാഴ്ചക്കാരായി അതിനകത്ത് ഇരിക്കരുത്. കാഴ്ചക്കാരായിരിക്കാനാണെങ്കിൽ നിങ്ങൾ സൂമിൽ നിന്ന് ലെഫ്റ്റായി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും കർത്താവിനെ ആരാധിക്കണം. പ്രിയരെ, നമ്മുടെ ആരാധനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ, നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. കോഴി തൻ്റെ കുഞ്ഞിനെ
ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മീതെ വഹിക്കുന്നത് പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആരാധിക്കാം. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ഇന്നത്തെ ആരാധന ചില ജീവിതങ്ങൾക്ക് ഒരു വഴിത്തിരിവായി, ഒരു വിടുതലായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിംഗുകൾ മുമ്പിൽ വരട്ടെ. ഈ സൂം എല്ലാം ഒരു നന്മയായി മാറട്ടെ. ഞങ്ങളും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. ശരിയല്ലേ? വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. ശരിയല്ലേ ദൈവദാസന്മാരെ? ശരിയല്ലേ പാസ്റ്റേഴ്സ്, ദൈവമക്കളെ? ഈ കൂരിരുളിന്റെ താഴ്വരയിൽ നമ്മുടെ നടത്താവില്ലേ? അല്ലേ ഷൈജു പാസ്റ്ററെ? ഹല്ലേലൂയ. അല്ലേ ഡെന്നി ബ്രദറെ? വൈഷമ്യമേടുകൾ പ്രയാസമേറുമ്പോൾ, വേദനയേറുമ്പോൾ നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു ശക്തി നമ്മുടെ കൂടെയില്ലേ? ഒരിക്കലും അത് കൂരിരുൾ താഴ്വരയിൽ നമ്മളെ താഴ്ത്തിക്കളയാനല്ല, അതിൽ നിന്ന് നമ്മളെ പിടിച്ചു കയറ്റുവാൻ കഴിയുന്ന ശക്തിയേറിയ ഒരു കരത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ആ കരം നമ്മളെ താങ്ങും. ഹല്ലേലൂയ. ആ കരം നമ്മളെ നടത്തും. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്: കാക്കയെ കൊണ്ട് തൻ്റെ ദാസനെ പോറ്റുന്ന ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയരെ, ബാലസിംഹങ്ങളും എരികെട്ടാതെ വിശന്നിരിക്കുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരത്തില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാൻ കഴിയാമോ? ഹല്ലേലൂയ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്ന നല്ല കർത്താവ്, അതുപോലെ നമ്മെ കാക്കുന്ന നല്ലൊരു കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ ആരാധിക്കാം. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ. ഓർത്തിടും ദയയാ, ദയയാ, നിത്യദയയാ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മാനയ്ക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിൽ മാറ്റും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മാനയ്ക്കും പോലെ. ചേർന്ന് പാടി. കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ എണ്ണിയ എണ്ണിയ തീരാത്ത നന്മകൾ, ചൊല്ലിയ ചൊല്ലിയ തീരാത്തവൻ. എണ്ണിയ എണ്ണിയ തീരാത്ത നന്മകൾ, ചൊല്ലിയ ചൊല്ലിയ തീരാത്തവൻ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ. ചേർന്നപാടി ശക്തിയോടെ ഹല്ലേലൂയ. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത്
ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര ഹാലേലൂയ ഹാലേലൂയ. ഓ രക്തം ജയം ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ഓ രവരവനവ ശ്രീധരാജന ഹരിവനവനവ ശബ്ദന ഹാലേലൂയ ഹാലേലൂയ. ഓ റിവനവനവ ശ്രീധരാജന ഹരിവനാദന ഹരിവനവന ഹരിരാജന ഹരിരാജനാദനവനവ ശബ്ദന. ഓ ഹാലേലൂയ ഹാലേലൂയ. ഈ ലോകത്തിൽ, നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ആശ്രയമായുള്ള, അല്ലെ നമുക്ക് കരുതലായി, നമുക്ക് അപ്പനായി അമ്മയായി നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ലൊരു കർത്താവ്. ഹല്ലേലൂയ. ആ യഹോവയെങ്കിൽ നമുക്ക് പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം വേർതിരിച്ചെന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയദാസനോട് നന്ദി അറിയിക്കുന്നു. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഈ സൂമിനകത്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അഭിഷേകത്താണിരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ.